എന്താ ആപത്ത്? കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മാസ്ത്രത്തെ സ്വന്തമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജന്മം പുനർജന്മമായി ലഭിച്ചത്. അതുപോലെ തന്നെ കാലാകാലങ്ങളായി ബ്രഹ്മാസ്ത്രത്തെ സംരക്ഷിച്ചു കൊണ്ടുവന്നവരുടെ പുനർജന്മം ഈ ജന്മത്തിനുമുണ്ട്. ഹലോ ഏട്ടാ, ഞാനാ ശ്രീദേവി. മോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു ഏട്ടാ. എന്താ വിളിച്ചത്? ഞാൻ വിളിച്ചതേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ദേവൻ അങ്ങോട്ട് വരാൻ സമ്മതിച്ചു. നേരാണോ മോളെ ഇത്? അതെ ഏട്ടാ. ഞാൻ ഈ കാര്യം അച്ഛനോട് പറയട്ടെ. ഇത് കേൾക്കുമ്പോ അച്ഛന് സന്തോഷമാവും. ശരി ഏട്ടാ, ഞാൻ എന്നാ വെക്കട്ടെ. ശരി മോളെ. അച്ഛാ, എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അരവിന്ദ നീ ഇങ്ങനെ കിടന്ന് കാറുന്നേ? പറയാം, അച്ഛനോട് ഇങ്ങോട്ട് വന്നോട്ടെ. എന്താ അരവിന്ദ, കാര്യം പറ. അച്ഛാ, നമ്മുടെ ദേവൻ വരുന്നു. നേരാണോടാ? അതെ അച്ഛാ, സത്യമാണ്. ഏത് ദേവൻ? ശ്രീദേവി മോളുടെയും ജയചന്ദ്രന്റെയും മകൻ ദേവൻ. അവനെ ഈ പടി ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പഴയതെല്ലാം എല്ലാവരും മറന്നോ? എങ്കിൽ അത് മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അരവിന്ദ, ദേവമോനോ ഇവിടെ ഒരു കുറവും ഉണ്ടാകരുത്. പിന്നെ ദേവൻ വരുന്നതിന് എതിർപ്പുള്ളവർക്ക് ഇവിടെ നിന്ന് പോകാം. എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അവരോട് ജോലികൾ ചെയ്യുക. ബാല, അവന്റെ വരവ് നമുക്കൊരു തടസ്സമാകുമോ? ഞങ്ങൾ എന്നും വന്നോട്ടെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം മറക്കരുത്. എന്തായാലും അവന്റെ വരവ് അത്ര നിസ്സാരമായി കാണണ്ട. എടാ, നീ ഇങ്ങനെ ഭീരുവാകാതെ. ഞാൻ ഭീരുവാകുന്നതല്ല. സ്വാമിജി അന്ന് പറഞ്ഞതും ഇവന്റെ ഈ വരവും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ? എന്തു ബന്ധം? ഒരു ബന്ധവുമില്ല. തൽക്കാലം നീ വാ, ഈ വരവിനെ കുറിച്ച് അവരോട് കൂടെ ഒന്ന് അറിയിക്കാം.
ആസ്വദിക്കൂ. ദേവ വണ്ടി നിർത്തിക്കേ. എന്താണ് എന്ത്? ഞാൻ പറ്റില്ല, നീ നോക്ക്. ഈ ഗ്രാമത്തിന്റെ ഭംഗി വണ്ടിയിൽ പോയാൽ എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത്? അതെ അളിയ, വാടാ നമുക്ക് ഈ ഭംഗി ആസ്വദിച്ചു പോകാം. വാടാ അളിയ. അങ്ങനെ അവർ ആ പാടവരമ്പിൽ കൂടെ വരികയായിരുന്നു. അപ്പോൾ അവർ ഈ കാഴ്ച കണ്ടു. ാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ നീടത്തിങ്കൾ ചന്തം വേലിപ്പൂവിൽ